വിജയ പ്ലീസ്, അവരൊന്ന് പറ, ഇതൊക്കെ ഒന്ന് നിർത്താൻ. എനിക്ക് വയ്യ ഞാൻ അവരിങ്ങനെ കാണാൻ. ബിന്ദു, നീയൊന്നും മനസ്സിലാക്കി ഞാൻ പറയണത്. അവന്മാര് നമ്മളെ പറഞ്ഞ കേക്കൂല. ശരി, എന്നാ അവന്മാരിട്ട് വിളിക്ക്. അവന്മാരെ ഞാൻ കണ്ടിട്ട് ഇത്ര നാളായെന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് ഒരു ദിവസം പോലും അവരെ കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ മക്കളെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ 6 മാസം അവരായി. അവന്മാരെ ഇപ്പൊ ഇവിടെ എത്തണം, വിളിക്കാന്മാരെ. ബിന്ദു, അവന്മാരിപ്പൊ ഒരു പണിയിലാണ് 6 മാസമായിട്ട്. വിളിച്ചാലെടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇവന്മാരെവിടെയാന്ന്. എന്നാലും ഞാൻ വിളിച്ചു നോക്കാം. അതൊന്നും എനിക്കറിയണ്ട. വന്നില്ലെങ്കിൽ നാളെ എന്റെ ശവം ഒരിക്കൽ അവന്മാരെ കാണണം. നാളെയും കൂടെ ഞാൻ സമയം തരും, അതിനുള്ളിൽ അവന്മാരോട് തിരിക്കണം. ദൈവമേ, ഇവരുടെ കിടന്ന് പാവം ഞാനാണല്ലോ കഷ്ടപ്പെടുന്നത്. എന്തായാലും വിളിച്ചു നോക്കാം അവന്മാരെ. അവന്മാരെ ആരുടെ ഇവിടെ പോയി കിടക്കണമെന്നാവും. ഹലോ. പപ്പയ, എവിടെയാണ് നീയൊക്കെ? പറ പാപ്പ. എന്താ? ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ഒരു പണിയിലാന്ന്. എന്തായാലും ഇപ്പൊ പണി കഴിയാറായിട്ടുണ്ട്. കുഞ്ഞാര മോനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. പണി കഴിഞ്ഞാലും ഇല്ലെങ്കിലും നാളെ വൈകുന്നേരം 2 ഇവിടെ എത്തിക്കണം. അപ്പൊ ഇനി ഇവനൊക്കെ ഇച്ചിരി കളിച്ചു തരാൻ നമുക്കറിയണം, എന്നിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇനിയും എന്റെ കുറച്ച് കാര്യങ്ങൾ ഇതൊന്നും എനിക്കറിയണ്ട. വന്നോളണം, ഇല്ലെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞ ചാവൂന്നാണ്. അറിയാല അമ്മയുടെ സ്വഭാവം. പിന്നെ എന്റെ പെണ്ണിന് എന്തെങ്കിലും പറ്റിയ വെച്ചേ പിള്ളേരെ വരാൻ പറഞ്ഞ വന്നോളണം. എന്തായാലും ഞാൻ നാളെ വന്നേക്കാന്ന് അമ്മയോട് പറഞ്ഞേക്ക്. പിന്നെ അവനെ വിളിച്ചായിരുന്നു? ഇല്ല, നിന്നെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് അവനെ വിളിക്കാൻ. അവൻ നിന്റെ കൂടെ ഉണ്ടോ? അറിയില്ല പാപ്പ. ഞാൻ എന്തായാലും ലോസ് ആഞ്ചലസിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ അവനെ പറ്റി അന്വേഷിച്ചപ്പോ അവൻ സാൻ ഫ്രാൻസിസ്കോന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും പപ്പ അവനൊന്ന് വിളിച്ചു നോക്ക്, കിട്ടുമായിരിക്കും. എന്ത് സാൻ ഫ്രാൻസിസ്കോയിലോ? ഇപ്പൊ വിളിച്ചാല് നാളെ വൈകിട്ടെങ്കിലും എത്തുള്ളൂ അവൻ. ശരി എന്നാ, ഞാനാണ് വിളിക്കട്ടെ. എടാ മോനെ സച്ചിനെ, നീ ആർക്കെതിരാണ് കളിക്കണേ? കളിക്കുമ്പോ ആലോചിച്ചിട്ടൊക്കെ വേണ്ടാ. എടാ കേസ്റ്റോ കാര്യങ്ങൾ വന്നാണ്ടല്ലോ നീ ചത്തുന്ന് തന്നെ. മര്യാദക്ക് പറഞ്ഞു. ആരാ നിന്നോട് പറഞ്ഞു? എന്തിനാ ചെറുക്കൻ പേടിപ്പിക്കുന്നത്? പറഞ്ഞോലെ സച്ചിനെ, ആരാ നീ പേടിപ്പിച്ചേ? ഇപ്പൊ നീ പറഞ്ഞ ഞാൻ ആലോചിക്കാം. നിന്നെ വെറുതെ വിടണോ അതോ വേണ്ടയോ? അല്ലെങ്കിൽ ജീടൻ റൂൾസ് എടുക്കും. സാർ, എനിക്കൊന്നും അറിയില്ല സാർ. എനിക്കാകെ ജയെന്ന് മാത്രം അറിയുള്ളൂ സാർ. പേര് പോലും അയാൾ പറഞ്ഞില്ല, ജയെന്നാ പറഞ്ഞേ. എനിക്ക് അത്ര അറിയുള്ളൂ സാർ. എന്നെ വെറുതെ വിട് സാർ, എനിക്ക് പോണം സാർ. പ്ലീസ് പ്ലീസ്, ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല. Hey Jaden, finish it and find the J. Who's the fucking bastard play hide and seek? ഹലോ പപ്പ, എവിടെയാണ്? പപ്പ, എനിക്കിപ്പോ സമയമില്ല. ഞാൻ എന്തായാലും സമയം കിട്ടുമ്പോ അങ്ങോട്ട് വിളിച്ചോളാം. നീ ഇപ്പൊ ഫോൺ വെച്ചാ നാളെ നിന്റെ അമ്മയുടെ ശവം നീ കാണും. പിന്നെ അവൾ പറഞ്ഞു വെക്കണത് നാളെ വൈകിട്ട് വീട്ടിലെത്തിക്കോണം. പിന്നെ എന്റെ ഭാര്യക്ക് എന്തെങ്കിലും പറ്റിയ നിങ്ങളെന്റെ മക്കളാണെന്ന് ഞാനങ്ങ് മറക്കും. അപ്പൊ എത്തിക്കോളാന്ന് പറഞ്ഞ് എത്തിക്കോളാം. ഓക്കെ, ഞാൻ വരാം. അമ്മോടൊന്നും ചെയ്യണമെന്ന് പറയാം. പിന്നെ അമ്മക്ക് വേണ്ടി മാത്രം ഞാൻ വരും. എന്നാ നീ ഇറങ്ങിക്കും. എന്നാലും നാളെ വൈകിട്ടാകുമ്പോഴേക്കും എത്തും ഇങ്ങോട്ട്. എന്റെ കുഞ്ഞു ബിന്ദു അവര് നാളെ വരാന്ന് പറഞ്ഞു. ഇനിയെങ്കിലും നീ മര്യാദ ഫുഡ് കഴിക്കുക പ്ലീസ്. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അവന്മാരെ കാണടി, ഞാൻ കഴിക്കില്ല. ഞാൻ പറയുന്നു.
പിന്നെ നിനക്ക് ഞാൻ എടുത്തരാമോ? എന്നെ ഞാനും കഴിക്കണില്ല. നീ കഴിക്കാത്തവരെ ഞാനും കഴിക്കില്ല. പോരെ ചേട്ടൻ, എനിക്ക് വീട് വരെ ഒന്ന് പോവാം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നീ സബ്ജക്റ്റ് ചെയ്തോളാം. അതിന് മാത്രം ഒരു കുറവ് ഉണ്ടാവരുത്. ഓക്കെ, പോയിട്ടോ. വന്നോ മാഫിയ കാസ്റ്റലോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ട്രാക്കിൽ കയറി കളിക്കരുതെന്ന്. You're so hypnotizing. Could you be the devil? Could you be an angel? Your touch magnetizing. Feels like I am floating. Leaves my body glowing. Say, be afraid. You're not like the others. Futuristic lover. Different DNA. They don't understand you. You're from a whole other world. A different dimension. You open my eyes, and I'm ready to go. Lead me into the light. Kiss me, infect me with your love and fill me with your poison. Take me, take me. Wanna be a victim, ready for abduction. മോനെ സെബാസ്റ്റ്യ, ഞാൻ കൊന്നവനെ എന്റെ ആൾക്കാരെ തൊട്ട്, അതുകൊണ്ട് ഞാൻ കൊന്നു. പിന്നെ അവൻ നിന്റെ മാത്രം ടാർഗറ്റല്ല, എന്റെയും കൂടെയാണ്. പിന്നെ ആൾക്കാരെ പൊക്കാനും വേണം മോനെ ഒരു കഴിവ്. അതുള്ള ആൾക്കാരെ പൊക്കോ, കേട്ടോ? I need you more than I want to. Need you more than I want to. So there, now it's real. Now that you have me, do you want me still? My kisses and history, they go back a long time. And I'm tired of loving somebody that's not mine. Oh, so many mornings I woke up confused. In my dreams I do anything I want to you. My emotions are naked, they're taking me out of my mind. Right now I'm shameless. നിർത്തിരണ്ടണം. നിനക്ക് രണ്ടുപേർക്കും വന്നു കഴിഞ്ഞ അപ്പൊ തന്നെ തുടങ്ങണോ? അമ്മതേക്കത് കാത്തിരിക്കുക. അവള് ഫുഡ് പോലും വരെയൊക്കെ കഴിച്ചിട്ടില്ല. പോ, ചെല്ലാത്തേക്ക്. നീക്ക് ഇത്ര നാൾ എവിടെയായിരുന്നു? ഇവിടെ ഇങ്ങനൊരു ജീവന് വേണം നീയെ കോർത്ത. എനിക്ക് നിങ്ങളോട് രണ്ടിനോട് ഒരു കാര്യം പറയാനുണ്ട്. നീക്കിത് എനിക്ക് വേണ്ടി ചെയ്ത് തരണം. പറമ്മ, എന്താ ചെയ്യണ്ടേ? അമ്മക്ക് വേണ്ടി മാത്രം എന്തും ചെയ്യും. എന്താ കഷ്ടം? നിനക്കൊന്നും പറയാനില്ലേ? നീ ചെയ്യോ അതോ ഇല്ലേ? എന്താ കാര്യം? പറ, നോക്കാം. നിങ്ങൾ വരണം എന്റെ കൂടെ നാട്ടിലോട്ട്. ഏട്ടൻ വിളിച്ചു. ഞാൻ പോയ എന്റെ കൂടെ നിങ്ങളും വരണം. പറ്റില്ല, ഞാൻ വരില്ല നാട്ടിലോട്ട്. അമ്മ എന്തൊക്കെയാ പറയണേ? പെട്ടെന്ന് ഇങ്ങനെ എല്ലാം ഇട്ടുകൊണ്ട് വരക നടക്കൂലമ്മ. നീക്ക് എന്റെ മക്കളാണെങ്കിൽ നാളെ നീക്ക് വരും. ഇല്ലെങ്കിൽ നാളെ നീക്കിന് ശവം ഒരിക്കൽ കാണണം. നാളെ വരെ രണ്ടിനും സമയമുണ്ട്. ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഓക്കെ, ഞാൻ വരാം. ബട്ട് അമ്മ ഒന്നും ചെയ്യരുത്. കഷ്ടം, നിനക്ക് നാളെ വരെ സമയമുണ്ട്. ആലോചിച്ചിട്ട് വേണം പറയാൻ. പോയി കിടന്നു രണ്ടും. ജീരണം ജയിപ്പോ ഇവിടെ ഇല്ല. ഞാൻ അന്വേഷിച്ചപ്പോ അവൻ വേറൊരു സ്ഥലത്താന്ന് അറിഞ്ഞ്. ഓ, പിന്നെ ഇവിടെ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ ഉണ്ടാവും? നോ സാർ, ഹീസ് ഇൻ ഇന്ത്യ. സാർ, ഹീസ് ഇൻ കേരളം. വാട്ട് ദ ഫക്ക്? ഹീസ് ഇൻ കേരളം? ഓക്കെ, ഇനി എന്തായാലും അവനെ പൊക്കാൻ ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. ഇവിടത്തെ കാര്യം നീ നോക്കിയാൽ മതി. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളി. ഓക്കെ സാർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം.
ജസ്റ്റോ, നീ നാളെ വരുന്നുണ്ടോ അതോ ഇല്ലയോ? എനിക്കത് പറയണം. ഓക്കെ, ഞാൻ വരാം. നാളെ രാവിലെ പോകണം. സെബാസ്റ്റ്യൻ, ജസ്റ്റോ, നിങ്ങൾ രണ്ടുപേരും പോയി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ. സാധനങ്ങളൊക്കെ എന്തിനാ? 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ പോരില്ലേ? ഇല്ല, 2 മാസം അവിടെ നിന്നിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ. അമ്മ പ്ലീസ്, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. സെബാസ്റ്റ്യൻ, നിന്റെയൊക്കെ ജോലിയുടെ കാര്യം എന്നോട് പറയണ്ട. അതെല്ലാം ആരെങ്കിലും ഏൽപ്പിച്ചു. പിന്നെ ജസ്റ്റോ, നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാം മാറ്റിക്കും, രണ്ടുപേരുടെ കൂടെ. ഇല്ല, പോകാം. എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം. എന്റെ ജോലിയൊക്കെ തീർന്നു. അപ്പ ഗസ്റ്റോ അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാട്ടിലല്ലെങ്കിൽ അവൻ വരില്ല, അവൻ സമ്മതിക്കില്ല. അതെന്താണെന്ന് നമുക്കറിയണം. അതുകൊണ്ടാണ് ഞാൻ വരാൻ സമ്മതിച്ചേ. പിന്നെ അവിടെ അവന്റെ ഏത് നിമ്മി അവിടെ ഉണ്ട്. പിന്നെ ഒരുമിച്ച് ജനിച്ചതുകൊണ്ട് അവന് നിന്നും അധികം കാലം ഇത് മറച്ചു വെക്കാൻ പറ്റില്ല. ഗസ്റ്റോ അവനൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ പറയില്ല. സെബാസ്റ്റ്യൻ, നീ അവനൊന്ന് നോക്കണം. അപ്പാ, അത് ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു കോൾ വരുന്നു, ഞാനിപ്പോ സംസാരിച്ചിട്ട് വരാം. ഹലോ സർ, ജയ സർ. ജയ് അവൻ ഇന്ത്യയിലുണ്ട്. വാട്ട്? ഇന്ത്യയിലോ? ഇന്ത്യയിൽ എവിടെയാണ് അവൻ? ഓക്കെ വെയിറ്റ്, കേരളത്തിലാണോ അവൻ? ഓക്കെ ജെയിംസ്, എവിടെയാണ് അവൻ കേരളത്തിൽ? ഇല്ല സർ, ആ ലൊക്കേഷൻ ട്രാക്ക് ആയിട്ടില്ല. കേരളത്തിൽ എൻ്റർ ആയപ്പോ തന്നെ അവന്റെ ഫോൺ ഓഫായി, പിന്നെ അത് ഓൺ ആയിട്ടില്ല. ജെയിംസ്, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അവൻ കേരളത്തിൽ പോകാൻ കാരണം എന്താണെന്നറിയോ? He's in Kerala. It's the reason he's going to Kerala. ഇത് കേരളത്തിലോ? സെബാസ്റ്റ്യൻ, അവനെന്താ എന്തൊക്കെയായാലും അവനെ കണ്ടുപിടിക്കണം. അവൻ കുറെ നാളായി ഹാൻഡിൽ കളിക്കണം. അവനെ പോക്കണം. എനിക്ക് ഇഷ്ടം. പിടിക്കാതെ അവൻ അടങ്ങില്ല. നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും അവനെന്റെ അനിയനാണ്. അതൊന്നും മറക്കരുത്. അവനെ ദോഷം തത്ര ഒന്നും ചെയ്യാനും നിൽക്കരുത്, കേട്ടല്ലോ? അപ്പൊ വിചാരം അവനും കൂടെ നീ തോന്നണം. എന്തായാലും അവൻ ഇതുവരെ എനിക്കെതിരൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇനി എങ്ങാനും ചെയ്ത ഈ സെബാസ്റ്റ്യന്റെ സ്വഭാവം അങ്ങ് മാറുക. ഓ, ഇതാണോ ആലപ്പുഴ? ഞാൻ വിചാരിച്ചു കുറച്ച് ട്രഡീഷണൽ ആയിരിക്കുമെന്ന്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ലുക്ക് ലൈക്ക് എ സിറ്റി. അല്ല, ഇത് എറണാകുളമാണ്. ആലപ്പുഴ ഇതേപോലെയല്ല. കൃഷ്ണ, എടി ഇന്ന് ബിന്ദു വരുമെന്ന് പറഞ്ഞായിരുന്നു. ബാലേട്ടാ, സുഭദ്രേച്ചി ദേ റൂമൊക്കെ ക്ലീനാക്കി ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. എടി അവരോട് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ.
അവരെപ്പോ വരുമെന്ന് പോലും പറയാൻ പറ്റൂല. ഈ റൂമിൽ തന്നെ പെട്ടിടക്കണം അവര് കണ്ടാല്. നീ നേരെ അവരെ പോയി വിളിക്കും. എന്റെ പൊന്ന് ബാലേട്ട, അവൾമാര് മുറിയിലുണ്ട്, ഞാൻ വിളിക്കാം. ചുമ്മാ ഇരിക്കണേന്ന് തോന്നണ്. ദുർഗേ, എടി ബിന്ദുമ്മയുടെ മക്കളില്ലേ, നീ അവരെ കണ്ടിട്ടുണ്ടോടി? കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നി ചെയ്താറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ. ബിന്ദുമ്മക്ക് 2 ആൺപിള്ളേരാ. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. నీ కలలకి చేసా నీ కోసం వయసు వాకిలి కాసారా నా అసలు పోగేసా నీ గుండెకు అచ్చేసా నీ రకకు రంగం సిద్ధం చేసా ఎందుకు పుట్టిందో పుట్టింది ఏమో నువ్వంటే ముచ్చట పుట్టింది పుడతాని నీ పిచ్చి పట్టింది నీ పేరు పెట్టింది అయ్యారం ఓడి కట్టింది. എടി, നിനക്ക് വല്ല പേരറിയോടി? അവര് അമേരിക്കയിലല്ലേ, അവര് വലിയ ആൾക്കാരൊക്കെയാന്നാ പറഞ്ഞു കേട്ടേക്കണേ. ആ, വലിയ ആൾക്കാരാന്നാ പറയണ അമേരിക്കയില്. എന്തോ ബിസിനസ് ആന്നാ തോന്നണേ, അറിയില്ല. എന്തായാലും എനിക്ക് പേരറിയത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നിനക്കറിയില്ല എനിക്കറിയില്ല, നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മ, ബിന്ദുമ്മയുടെ മക്കളില്ലേ, അവരുടെ പേരെന്തുവാ? ആ പിള്ളേരുടെ പേരും ഭയങ്കര വലിയ പേരാടി, അങ്ങ് പറയാൻ കിട്ടൂല. ഞാനെന്നാലും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ആ, സെബാസ്റ്റ്യൻ എന്തായിരുന്നു, സെബാസ്റ്റ്യൻ ലൂക്കസ് ഡേ എന്ന ഒരാളുടെ. അയ്യോ, മറ്റവന്റെ പേര് ഔട്ടും കിട്ടാത്തത്. എന്തായിരുന്നു? ആ, കിസ്റ്റർ ലൂക്കസ് ഡേ എന്നാ പേര് രണ്ടുപേരുടെ. പറയാൻ കുറച്ച് പാടാ, അപ്പന്റെ പേര് പാടാ. അയ്യോ, ഇതെന്ത് പേരിത്? ഇത് പറഞ്ഞു തരുമ്പോഴേക്കും നാളെ ആവില്ലേ? അമ്മ, അവരപ്പ വരും? ആ, അവരിപ്പൊ വിളിച്ചപ്പോ പറഞ്ഞ എത്താറായെന്ന. ആ, അതേ കാറിന്റെ ശബ്ദം കേക്കണ്, അവര് വന്നു തോന്നുന്നു. നിങ്ങൾ ഇവിടെ നിക്ക്, ഞാൻ പോയി പുറത്തേക്ക് പോയി വിളിച്ചിട്ടും വരാം. ഭാരേട്ടാ, നിനക്ക് സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആ മോളെ, സുഖം. നിനക്കോടി? എടി, മക്കളൊക്കെ എവിടെ നിന്റെ? ആ, സുഖം ചേട്ടാ, മക്കളൊക്കെ ദേ നിക്കുന്നു. ആ, ചേട്ടന്റെ മക്കളെന്തേ? ആ, ഞാൻ വിളിക്കാടി മക്കളെ. ശ്രീദേവി, ശ്രീദുർഗേ, ദേ ബിന്ദുമ്മ വന്നേക്കണ്. നിങ്ങ 2 താഴോട്ട് വാ. എന്താ? അയ്യോ, വീട്ടിന് 2 പെൺകൊച്ചുങ്ങളായിരുന്നു, നല്ല സുന്ദരി പെൺകൊച്ചുങ്ങൾ. എന്താ മക്കളുടെ പേര്? അവരെന്താമ്മേ? ഞാൻ ശ്രീദേവി, അവൾ ശ്രീദുർഗ. അമ്മ, എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. ആ റൂം ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കി. ബാലേട്ടാ, കൊച്ചുങ്ങളെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കൂ, അവർക്ക് ഒന്ന് ഫ്രഷ് ആവണമെന്ന്. കൊറേ ട്രാവൽ ചെയ്തതല്ലേ. ആ, അതിനെന്താ മോളെ. ദേവി, ദുർഗേ, നിങ്ങ രണ്ടുപേരെയും പോയി ആ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. അയ്യോ അപ്പ, ഒരു റൂം മാത്രം ക്ലീൻ ചെയ്തിട്ടില്ല. കൃഷ്ണേ, എന്താ ഇത്? നീയല്ലേ എന്നോട് പറഞ്ഞു എല്ലാ റൂമും ക്ലീൻ ചെയ്തെന്ന്. ഇപ്പൊ എന്താ ഇങ്ങനെ? അയ്യോ, അത് പിന്നെ ബാലേട്ട സുഖത്തേച്ച് ക്ലീൻ ചെയ്തായിരുന്നല്ലോ. അമ്മ, ഞാൻ പറയാൻ മറന്നു. സുഭദ്രമ്മക്ക് പനിയായതുകൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നില്ല അമ്മനോട്. അപ്പൊ ഒരു റൂം മാത്രം ക്ലീൻ ചെയ്തിട്ടില്ല, സത്യേ വിടാന്നാ പറഞ്ഞത്. കൃഷ്ണമ്മേ, ദുർഗേ, ദേവിച്ചി, ഇവിടെ ആരുമില്ലേ? गली में मारे फेरे पास आने को मेरे, गली में
भी परखता तोर अंबर सरिया मुंडे आवे कचिया कलियां ना तोड़ अंबर सरिया मुंडे आवे कचिया कलियां ना तोड़ तेरी माँ ने बोले है मुझे तीखे से बोल तेरी माँ ने बोले है मुझे तीखे से बोल अंबर सरिया സത്യ അമ്മക്ക് എന്തു പറ്റി? പനിയാണെന്നൊക്കെ പറയണ്ടല്ലോ. അത് പിന്നെ ബാലച്ച, അമ്മക്ക് പനിയാ. കുഴപ്പമില്ല, ഒരു റൂം ക്ലീൻ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്തോളാം. ആ, ആരായാലും ചെയ്താ മതി. സത്യ നീ ചെല്ലു. അമ്മ, എനിക്ക് എന്തായാലും ക്ലീൻ ചെയ്ത റൂം മതി. എനിക്ക് ഇത്ര നേരം ഇങ്ങനെ നിക്കാനൊന്നും വയ്യ. എന്റെ റൂം കാണിച്ചു തരായിരുന്നെങ്കിൽ ആ, എന്നാ മോനാ റൂം എടുത്തോ. ദേവി, നീ പോയി ആ റൂം കാണിച്ചു കൊടുക്ക്. കൊറേ നേരായില്ലേ മോൻ അവിടെ നിക്കണം. ചെല്ലു. എന്നാ ടെസ്റ്റോ, നീ സത്യമോളുടെ കൂടെ ചെല്ല്. അവിടെ റൂം ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഫുഡ് കഴിക്കാം. അതെ, അയ്യോ സാർ, ഞാൻ ക്ലീൻ ചെയ്യണായിരുന്നു. പറഞ്ഞോ, എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തുതരാം. എനിക്കൊന്നും വേണ്ട. ഞാൻ തന്റെ പേരെന്താന്നറിയാൻ വേണ്ടി. ഓ, അതായിരുന്നു. എന്റെ പേര് സത്യ. ആ സത്യ, ഞാൻ ക്രിസ്റ്റലോ ലുക്കസ് ജെ. സാറിന്റെ പേര് കുറച്ച് വലുതാണ്. സാർ, പിന്നെ ഞാൻ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒന്ന് ചെയ്തുതരാം. ഇനിയും സംസാരിച്ചു നിന്ന ബാലമേ കൃഷ്ണച്ചനും ചീത്ത പറയും. അപ്പ ഞാൻ പോട്ടെ. What? What the fuck is happening to me? No. Oh, Yishi, I can't control myself. No, no. I can't change my behavior for her. What the fuck? കൃഷ്ണമ്മേ, ഞാൻ ആ ചേട്ടന്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനെന്നാ പൊയ്ക്കോട്ടെ. അമ്മയ്ക്ക് ഒട്ടും വയ്യ. അമ്മയ്ക്ക് ഒട്ടും വയ്യടി. വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയണം. പിന്നെ നീ ആ ചെറുക്കനും കൂടെ നല്ല സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ? പിന്നെ വല്ല ആശുപത്രി പോണെങ്കി എന്നോട് പറയണേ, എന്നെ വിളിച്ചാ മതി. നമുക്കൊന്ന് ആശുപത്രി കൊണ്ടുപോവാ അമ്മയാണ്. അതൊന്നുമില്ല കൃഷ്ണമ്മ, ആ ചേട്ടൻ പേര് വെച്ചതാ, വേറൊന്നും പറഞ്ഞല്ല. ഞാൻ കൂടിയാണെങ്കിൽ ഞാൻ വിളിക്കാം. പക്ഷെ അമ്മക്ക് പോകണ്ടെന്ന് കട്ടായം പറഞ്ഞിരിക്ക. ഞാൻ എന്ത് ചെയ്യാനാ? എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ പോകാൻ? അപ്പനാണെങ്കിൽ അമ്മയുടെ കൂട്ട് നിൽക്കുന്നു. എന്ത് ചെയ്യാനാ രണ്ടുപേരെയും കൂടെ ഞാൻ? എന്നാ നീ ചെല്ലേ, വേഗം വരണം. ഇവിടെ ആൾക്കാര് കൂടുതലാ, അവർക്കൊക്കെ വെച്ച് വിളമ്പാനുള്ളതാ. ബാലേട്ടൻ അറിയണ്ടാ നീ പോണത്. നീ പോയിട്ട് വേഗം വരണം. ബാലേട്ടനോട് ഞാനിപ്പോ പറയുന്നില്ല. നീ പോയി മരുന്ന് കൊടുത്തിട്ട് വേഗം ഇങ്ങോട്ട് വാ. ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? ചേട്ടനാണോ? പേരെന്താന്ന്? ചേട്ടന്റെ പേരെന്താ? സെബാസ്റ്റ്യൻ ലൂക്കസ് ജെ. അതാ എന്റെ പേര്. പറ്റുമെങ്കിൽ നീ വിളിച്ചോ. ഇത് ഞാനെങ്ങനെ വിളിക്കാനാ? നിങ്ങളുടെ പേര് കുറച്ച് പാടാണ്. ഞാൻ ലൂക്കസ് എന്ന് വിളിക്കാം, അതല്ലേ എളുപ്പം. ഓക്കെ, എന്റെ ഇഷ്ടം. എന്താന്ന് വെച്ചാ നീ വിളിച്ചോ. ഹലോ, എന്താണ് രണ്ടുപേരും കൂടെ ഇവിടെ ഒരു സംസാരം? ഒന്നുമില്ലടി, ഞങ്ങൾ ചുമ്മാ പേരൊക്കെ ചോദിച്ച് സംസാരിച്ചിരുന്നതാ. ചേട്ടനാണോ കെസ്റ്റലോ? അല്ല, ഞാൻ സെബാസ്റ്റ്യൻ, അവനാ കെസ്റ്റലോ. ഓ, അങ്ങനെയാണല്ലേ. അതെ, കെസ്റ്റലോ ചേട്ടന് വല്ല ദേഷ്യത്തിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ അറിയാതെ ഒന്ന് മുകളിൽ കയറി. ശരിക്കും നമ്മളെ കയറിയ? എന്നിട്ട് അവന്റെ കൂടെ കിട്ടി അവനക്ക്? പിന്നെ അല്ലാണ്ട് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, നീയല്ലാതെ വേറെ ആരെങ്കിലും അവന്റെ മുകളിലേക്ക് ചെന്ന് കയറി കൊടുക്കോ? എന്താ ഉണ്ടായേ പറ. അതിന് ഞാൻ ചുമ്മാ കമ്പനിയാവാൻ വേണ്ടി കയറിയതാ. എന്റെ ഈശ്വര, അതായത് ഞാൻ ചുമ്മാ നടന്ന വഴിക്ക് വാഴ നടക്കുന്നുണ്ട്. ചുമ്മാ കമ്പനിയാവാലാന്ന് വിചാരിച്ച് ഞാനങ്ങനെ കയറി കൊടുത്തു. അല്ല,
ചേട്ടനത് ഇവിടെ സത്യരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഉണ്ടാവൂലേ താഴോട്ടെങ്ങാനും പോയാ? ഞാനിപ്പോ താഴെന്നല്ലേ കയറി വന്നത്. നോക്കാം. ഏയ് ആരാ നീ? എന്തിനാ എന്റെ മുറി കയറിയത്? ഓ ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ. ഞാൻ തുറക്കാം. ഞാൻ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വന്നത്. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇറങ്ങ്, മുറിന്ന് ഇറങ്ങി പോ. ആ ഇങ്ങനെ പറഞ്ഞൊരൊറ്റ അലറല. ഇത് കേട്ടത് ഞാനൊരൊറ്റ ഒട്ടോടി. പിന്നെ ഞാൻ ഓട്ടം നിർത്തണത് ഈ മുറിയുടെ വാതിക്കലെത്തിയപ്പോഴാ. അപ്പൊ ഈ ചേട്ടനോട് സംസാരിക്കാന്ന് വിചാരിച്ചപ്പോ ഈ ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ചപ്പോഴാ ടീച്ചർ ചേട്ടൻ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടൻ കമ്പനിയാന്ന് വിചാരിച്ചു കയറുന്നു. പറഞ്ഞില്ല ചേട്ടൻ കമ്പനിയാ. ചേട്ടൻ ഇനിയും കുറച്ചിട്ടാ കുറച്ച് കൂടുതൽ. ഓ ഇത്ര ഉള്ള ഭാഗ്യം. അവൻ അമ്മയുടെ ബന്ധുവായതുകൊണ്ടാന്ന് തോന്നുന്നു എന്നെ വെറുതെ വിട്ടത്. നീ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. സത്യട്ടാ എങ്ങനെ കൊന്നേനെ. ഞാൻ ഓടിയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്റെ അവസ്ഥ. എന്റെ ഈശ്വര ഞാൻ ഇനി ആ വശത്തോട്ടേ ഇല്ല. അതല്ല ഈ ചേട്ടൻ നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എടി മതി നിർത്ത്. എന്നാലും ചേട്ടൻ പോയി ഫ്രഷ് ആവട്ടെ. ചേട്ടൻ പോയി ഫ്രഷ് ആവും. അമ്മയ്ക്കവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും കുറെ നേരം സംസാരിച്ചെന്ന് ചേട്ടൻ സമയം കളഞ്ഞു. പോയി ഫ്രഷ് ആയിട്ടോ. ശരി, ഞങ്ങൾ താഴെ ഉണ്ടാവും. സോ ഞാൻ ജയുടെ ലൊക്കേഷൻ കിട്ടി. Oh really? We got it. And say, where is he?